നമസ്കാരം. അഭിലാഷിന്റെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല. പുള്ളി ഗോയിന്റെ ഫ്ലോ കൈൻഡ് ഓഫ് ഒരു ഗെയിമാണ്. അങ്ങനത്തെ കുറച്ച് കണ്ടസ്റ്റൻസിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റാണ് അഭിലാഷ്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിനെ മാത്രം സംസാരിക്കുക, പെട്ടെന്ന് സോർട്ട് ഔട്ട് ആക്കുക, അവരുമായിട്ട് കമ്പനിയാവുക. വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് സോൾവ് ആക്കാനൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതേ ആൾ തന്നെ എപ്പോഴാണ് പൊട്ടിത്തെറിയുക, എപ്പോഴാണ് വലിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒനിയിൽ മാത്രമായിട്ട് അഭിലാഷ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നാലും മറ്റുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വന്ന് സ്ക്രീനിലേക്ക് എത്തുന്നില്ല. പുള്ളിയുടെ ഗെയിം പ്ലാനും കാര്യങ്ങളൊന്നും എത്തുന്നില്ല. പുള്ളി കളിക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്നുണ്ട്. എന്തിനാ കളിക്കുന്നതെന്ന് വെച്ചാൽ എന്തിനാ കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഗെയിം പ്ലേ ആണ് അഭിലാഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടിയും എവിഡൻ്റായി സ്ക്രീനിൽ വന്ന് സ്ക്രീൻ പ്രസൻസോടെ സ്വന്തമായിട്ട് പല കാര്യങ്ങളിലും ഫൈറ്റ്സും അഭിപ്രായങ്ങളും ഉണ്ടാക്കി ഗെയിം മുന്നോട്ട് പോകണം. ഗെയിമിലൊക്കെ 100% കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ആളാണ്. അധികം ബയസ്ഡ് അല്ലാത്ത രീതിയിൽ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് വരെയാണ്. ബയസ്ഡ് തീരെയല്ല എന്നുള്ള അധികം കാര്യങ്ങളിലും കാണിക്കാറില്ല. എല്ലാവരും ഗെയിമോ മെയിനോടെയാണ് കളിക്കുന്നത്. അവർ റെഫറി നിൽക്കാൻ പോകുന്നതല്ല. അപ്പോൾ ബയസ്ഡ് ആവാതിരിക്കാം. എന്നാലും ഒരുപാട് കാര്യങ്ങളിൽ നല്ല ന്യൂട്രലായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യേണ്ടവരെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫേക്കായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര റിയലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് തോന്നിയത്. സ്ട്രോങ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായങ്ങളാണ്. പുള്ളി പറയേണ്ട കാര്യങ്ങളെ നല്ല രീതിയിൽ പറയും. പുള്ളിക്ക് ആരും അവിടെ ഇന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇയാളെ പറ്റി പറയില്ല, അയാളൊപ്പം നിൽക്കാം. കുറച്ച് പേർക്ക് സപ്പോർട്ട് ഇല്ല അതുകൊണ്ട് അയാൾക്ക് എതിരെ കളിക്കാം. അങ്ങനത്തെ രീതിയിലുള്ള കളിയൊന്നുമില്ല. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡാണ്. ബിഗ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാണ് പുള്ളി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടുതലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങളിലെ കയറി പിന്നെ അത് മറ്റുള്ള അവരുടെ പ്രശ്നന്മാർ ഇയാളും വേറൊരാളും തമ്മിലുള്ള പ്രശ്നമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാവും. പിന്നെ അതൊന്നും സോൾവ് ചെയ്യും അതോടെ തീരും. അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. നിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം വന്നു കയറിയപ്പോൾ തന്നെ വൈൽഡ് കാർഡായി വന്നു കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് പരിചിതരായ ഒരാളായിരുന്നു ജിഷിൻ. കാരണം ഞങ്ങളിവിടെ രാത്രി 7 മണിക്ക് സീരിയലൊക്കെ കാണുന്ന സമയത്ത് ഈ ജിഷിനൊക്കെ കണ്ട് പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് പരസ്യത്തിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് പരിചയമുള്ളൊരു മുഖമായിരുന്നു ജിഷിൻ്റേത്. അപ്പോൾ ജിഷിൻ വന്ന സമയം തന്നെ ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസൊക്കെ എടുക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ്. നല്ല രീതിയിൽ പല വാഗ്വാദങ്ങളിലും പല പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ ഒരു സ്ക്രീൻ സ്പേസും പുള്ളിക്കാരൻ അവിടെ ഉണ്ടെന്നുള്ളത് പുള്ളിക്കാരൻ ജനങ്ങളിലേക്കും മൃഗങ്ങളിലേക്കൊക്കെ പുള്ളി എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ വിത്ത് ഫ്ലോ ഗെയിം തന്നെയാണ്. അവിടെ വരുന്നുണ്ട്, കളിക്കുന്നുണ്ട്, എവിടെ ഇടപെടണം, എന്തിനിടപെടണം എന്നൊക്കെ അറിയാം. എന്നാലും കുറച്ച് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത സമയത്ത് പുള്ളി ഒന്ന് ലോ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് ചുമ്മാ ആദ്യം കാണിച്ചോളൂ എല്ലാവരും തരം കേസുകൾക്കൊന്നും പോയി തലവയ്ക്കാൻ പുള്ളിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഗെയിം പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പുള്ളി ഒരു സ്ട്രോങ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര തമാശക്കാരനാണ്. എനിക്ക് പേഴ്സണലി പുള്ളി ഈ വിറ്റിയായിട്ടുള്ള തമാശക്കാരെ കുറിച്ചിട്ടായ അപ്പം പുള്ളിയുടെ തമാശകളൊക്കെ എനിക്കിടയിൽ കിട്ടാറുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിലൊക്കെ ഇരുന്ന് സംസാരിക്കും പുള്ളിയുടെ തമാശകളൊക്കെ. പുള്ളിയുടെ ശരിയായിട്ട് കേൾക്കുന്ന സമയത്ത് ഇത് കാണാൻ ഒരു രസമാണ്. ബാക്കിയുള്ള ഈ ടാസ്കുകളിലാണെങ്കിലും പുള്ളിയുടെ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തമാശ രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അധികം ആക്റ്റീവല്ല. ജെനുവിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിനായിട്ടൊരു പേഴ്സണാണ്. പിന്നെ കുറെ പിടിവാശികളൊക്കെ ഉള്ള ഒരാളാണ്. അതൊക്കെയാണ് വീക്ക് ആയിട്ടുള്ള ഏരിയകളിൽ വരുന്നത്. കുഞ്ഞു കാര്യങ്ങൾക്ക് പിടിവാശി, ഒന്നും സമ്മതിക്കാതിരിക്കുക. പിന്നെ ലാസ്റ്റ് പുള്ളി തന്നെ സമ്മതിക്കും. എന്നാലും ആദ്യം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്കൊരു മടി. എന്നിട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയൊക്കെ. എന്നാലും അത്യാവശ്യം വലിയ രീതിയിലൊരു പുറത്തൊരു ഹെയ്റ്റും ഒന്നും ഇല്ലാത്ത കണ്ടസ്റ്റൻസിലൊരാളാണ് ഇപ്പോൾ ജിഷിൻ. ഭക്ഷണത്തിനെ മാത്രം പ്രണയിച്ചവൻ അയാളാണ് നിവിൻ. തുടക്കത്തിൽ നല്ല എൻ്റർടൈനിങ് ഗെയിമായിരുന്നു. പുള്ളി കാണിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങളും ഓരോരോ തമാശകളൊക്കെ കാണാൻ നല്ല ഫണ്ണി ആയിരുന്നു. ജെന്യുവിനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കാട്ടിലുള്ളവർക്ക് അയാളെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആളുടെ സ്ട്രോങ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എന്ത് തന്നെ ഒരു പ്രശ്നമായാലും എന്ത് തന്നെ ഒരു അടി നടന്നു കഴിഞ്ഞാലും നെവിൻ്റെ അടി എപ്പോഴും വേറിട്ട് നിൽക്കുന്നൊരു അടി അറിയാതെ ഭയങ്കര തമാശ രൂപത്തിലാണ് പുള്ളി എക്സിക്യൂട്ട് ചെയ്യുക. മത്തങ്ങ തലയ അവനെ ഇവനെന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് അടീനെക്കാട്ടിലും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു അടിയായിരിക്കും മിക്കതും നെവിനും ആയിട്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ
പിന്നെ ഒരു സ്ട്രോങ് സോൺ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഫോർഗീവിങ് ആണ്. തന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും പിന്നെയും അവരായിട്ട് ക്ഷമിക്കും. അവർ പറഞ്ഞത് ഓക്കെ ക്ഷമിച്ച് അവരായിട്ട് നല്ല രീതിയിൽ പിന്നെയും പോകാൻ മൈൻഡുള്ള എന്തെങ്കിലും ആവതോ ഗ്രഡ്ജോ റിവഞ്ചൊന്നും മൈൻഡിൽ വെക്കാതെ കളിക്കാനുള്ള ഒരു കഴിവുള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് നെവിൻ. ഒരുപാട് പേരാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ വീക്ക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലറ്റൻ്റെ എപ്പിസോഡിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ ഇടയ്ക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഫണ്ണെന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് എന്തോ കാട്ടിന് ഇത് കാണുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങളത് ഫണ്ണായിട്ട് ഫീൽ ചെയ്യാറില്ല. പിന്നെ അടുത്ത ഒരു അഭിപ്രായം ഈ പറഞ്ഞ പോലെ എന്ത് കിട്ടിയാലും പറഞ്ഞ് തൊള്ളടുന്ന ഒരു പ്രവണത ഉണ്ട്. അത് കേൾക്കുമ്പോഴും ഇപ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ രസം ഉണ്ടായിരുന്നു, പിന്നെ അത് കിടന്ന് കേൾക്കുമ്പോഴും ആ അഭിപ്രായം കാണുമ്പോഴും എന്തോ പോലെ തോന്നാറുണ്ട്. പിന്നെ ബോൾഡായിട്ടൊരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലരുമായിട്ട് ക്ഷമിക്കുമെങ്കിലും പിന്നെയും തന്നെ പറ്റി എത്ര അപവാദം എത്ര രീതിയിൽ മോശം പറഞ്ഞ ആളുടെ അടുത്ത് പോയിട്ട് മുണ്ടും കമ്പനിയും. അത് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതിന്ന് പാഠം മനസ്സിലാക്കി മിസ്റ്റേക്ക് തിരുത്തി ചേഞ്ച് ചെയ്യുന്നതിന് പകരം പിന്നെയും അതേ തന്നെ റിപ്പീറ്റ് ലൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ബിഗ് ബോസിനെയൊക്കെ ഒരു ടൈമിൽ വെല്ലുവിളിച്ച് വലിയ കാര്യത്തിൽ പുറത്തു പോയിട്ട് അടുത്ത ദിവസം ചേച്ചിയെ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആളുകൂടിയാണ് നെവിൻ. അങ്ങനെ തിരിച്ചു വരാൻ അവിടെ കെൽപ്പുള്ള ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് നെവിൻ മാത്രമാണ്. കാരണം പുള്ളിക്കാരൻ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നല്ല. പുള്ളിക്കാരൻ്റെ നാണക്കേടാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ടൈപ്പ് വ്യക്തിയൊന്നല്ല. എന്നാലും തന്നെ പറ്റി അത്രയും മോശം പറഞ്ഞ ആൾക്കാരുടെ കൂടെ പിന്നെയും ചെന്ന് കമ്പനിയായി, പിന്നെ അവരുടേത് മോശം കേൾക്കുക, പിന്നെ അവരുടെ അടുത്ത് ക്ഷമിക്കുക, പിന്നെയും കമ്പനിയാവും. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പോകുന്നത് കാണുമ്പോൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു നിലപാടോ ഒരു ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റിനെ പോലെ ഇടയ്ക്ക് നെവിനെ തോന്നാറുണ്ട്. അക്ബർ BB ഹൗസിൽ വന്ന് ഉടൻ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടാക്കി. ആ ഗ്യാങ്ങിനെ ചിലർ ബുള്ളി ഗ്യാങ് എന്ന പേരിട്ടു. അനുമോളുടെ BB ഹൗസിലെ PR ആണെന്നൊക്കെയാണ് ഒരു വാർത്ത പടർന്നിരുന്നത്. ഇവിടെ കാട്ടിലും പൊതുവെ അങ്ങനെ ഒരു വാർത്ത പടർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഒരു ബുള്ളി ഗ്യാങ്ങിലുപരി ഒരു ഗ്രൂപ്പ് സംഘടിച്ച് പല കണ്ടസ്റ്റൻസിനെയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഗെയിം കളിക്കുന്ന ഒരു മെയിൻ ഹെഡിനെ പോലെയാണ് അക്ബറിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. BB ഹൗസിലെ തന്നെ ഒരു ഒത്ത വില്ലൻ, ഈ ഒരു സീസണിൽ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടായിരുന്നു അക്ബർ നിന്നിരുന്നത്. ആദ്യത്തെ 50 ദിവസത്തോടെ എടുക്കുമ്പോൾ ആദ്യം നല്ല രീതിയിൽ കളിച്ചു വന്ന് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ നിലപാട് പറയേണ്ടടുത്തത് നല്ല ശക്തമായ നിലപാടുകൾ പറഞ്ഞു. ഈ പ്രോഗ്രസീവ്നെസ് അല്ലെങ്കിൽ സദാചാരം പറഞ്ഞിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഭയങ്കര സ്ട്രോങ് ആയി എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരു വില്ലൻ ആർക്കിൽ നിന്നും കുറച്ചൊക്കെ ജനശ്രദ്ധ പിടിച്ച് പറ്റാൻ അക്ബറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ താൻ എല്ലാം ഷെയർ ചെയ്തിരുന്ന തൻ്റെ ഗെയിം പ്ലാൻ എല്ലാം ഷെയർ ചെയ്ത് പറഞ്ഞിരുന്ന അപ്പാനി BB ഹൗസിൽ നിന്നും പുറത്തായിരുന്നു. അതിനുശേഷം പുള്ളിയുടെ ഗ്രാഫ് കുറച്ചൊന്ന് ലോ ആയിരുന്നു. ഗെയിമിലും ടാസ്കിലൊക്കെ അത്യാവശ്യം ബുദ്ധിപൂർവം കളിച്ച് ഗെയിമൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമെങ്കിലും അപ്പാനി പോയതിനു ശേഷം പുള്ളിയുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. BB ഹൗസിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും കുറേ ഫേവറേറ്റ്സ് ഉണ്ടെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് ഒക്കെ കളിക്കാൻ ഒരു മടിയില്ലാതെ പറയേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ എഗെയിൻസ്റ്റ് പറയാനുള്ള ഒരു ചേതോവികാരമൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. സ്ട്രോങ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൈൻഡ് ഗെയിമും അതുപോലെ തന്നെ ഗെയിമുകളുടെ ട്വിസ്റ്റും കാര്യങ്ങളും കണ്ടുപിടിക്കല്, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ, അതുപോലെ സോങ് വഴി പലരെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് വന്നിരിക്കുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആവുക, എന്നാൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പോയതിനു ശേഷം ഭയങ്കര ഡൗൺ ആവുക. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമർ അല്ലാത്ത പോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അതേ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എനർജി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകും. വ്യക്തമായ ഗെയിം സ്ട്രാറ്റജി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. ഷോയ്ക്ക് വേണ്ട എല്ലാത്തരം കാർഡ്സ്, ഗെയിം സ്ട്രാറ്റജി, ഒരു മാസ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ചേരുവകളും റെഡിയാക്കി കയ്യിലാക്കിയിട്ടാണ് പുള്ളിക്കാരെ BB ഹൗസിലേക്ക് കയറിയിട്ടുള്ളത്. ഒരു ഫേക്ക് കണ്ടസ്റ്റൻ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം പല കാര്യങ്ങളും പല ഇഷ്യൂസും
ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിംഗ് എ സീൻ അല്ലെങ്കിൽ ഫോർ സ്ക്രീൻ സ്പേസിന് വേണ്ടി മാത്രം ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം എന്ന രീതിയിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിനകത്ത് തന്നെ പുള്ളി ചെയ്യുന്നു പറയുക, എല്ലാവരും തനിക്കെതിരാണെന്ന് വരുത്തിത്തീർക്കുക. ആ രീതിയിൽ കളിച്ചുപോയി ഒരുപാട് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ സാധിച്ച ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ് അനുമോൾ. സ്ട്രാറ്റജികൾ പറയുകയാണെങ്കിൽ ഒരുപാട് BB ഗെയിം സ്ട്രാറ്റജികൾ ഇപ്പം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, കളിപ്പാവ സ്ട്രാറ്റജി, ബാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരിയുടെ കോമ്പോ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഇവിടെ കാട്ടിൽ തന്നെ ഭയങ്കര ഹിറ്റാണ്. പുള്ളിക്കാരിക്ക് കാട്ടിൽ തന്നെ ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ പിന്നെ നാട്ടിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സദാചാരം പറയുക, പിന്നെ ബാക്കിയുള്ളവരുടെ പല കാര്യങ്ങളും ഒളിഞ്ഞു നോക്കുക, ഇങ്ങനെയൊക്കെ ഒരുതരം പ്രത്യേകതരം സ്വഭാവമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. ഞങ്ങളുടെ കാട്ടിലെ തന്നെ പോത്തേട്ടൻ, ദിലീഷ് പോത്തനല്ല, പോത്തേട്ടൻ പുള്ളിക്കാരുടെ വലിയൊരു ഫാനാണ്. പോത്തേട്ടൻ്റെ ശരിയിൽ എത്ര നമ്മൾ വേദോദയരും പുള്ളിക്കാരുടെ നെഗറ്റീവ്സ് ഒന്നും മനസ്സിലാക്കാറില്ല. എപ്പോഴും പുള്ളിക്കാരിക്ക് വേണ്ടി ഞങ്ങളായിട്ട് തല്ലുകൂടാനാണ് വരാറ്. അപ്പോൾ ഞങ്ങൾ അധികം ഇപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പലരെയും പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഫേക്കായിട്ടുള്ളൊരു അക്യൂസേഷൻ പറയുക, അതിനെ ബിഗ് ബോസും അതേപോലെ തന്നെ ലാലേട്ടനൊക്കെ എതിർത്ത് പറഞ്ഞാലും വീണ്ടും താൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഉറച്ചു നിൽക്കുക. അത്തരത്തിലുള്ള ഒരു ടൈപ്പ് സ്വഭാവമാണ്. ഒരു 100% 916 മലയാളി മംഗ പെർസോണയാണ് ബിഗ് ബോസ് വഴി അനുമോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് എന്ത് തന്നെ ആയാലും ബിഗ് ബോസ് കൊടുക്കുന്ന രാശിന് 100% കൂറ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനിവിടെ ബിഗ് ബോസിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും ഇത്തരത്തിലുള്ള ഗെയിമൊക്കെ കളിക്കുന്നത് എന്നുള്ളത്. ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള വേറൊരു കണ്ടസ്റ്റന്റ് ആ ഹൗസിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ വന്ന സ്റ്റാർട്ടിങ് മുതൽ 50 ദിവസം കഴിയുമ്പോഴും ഒരേ രീതിയിൽ ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് സ്ക്രീൻ സ്പേസ്, ആ സ്ക്രീൻ സ്പേസിൽ പുള്ളിക്കാരി മാക്സിമം ഹൈ ആയിട്ട് തന്നെ നിൽക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഒരു പാവത്താനാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തികളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പെട്ടെന്ന് രോക്ഷാകുലയാകുന്നതും അതിനെ ചൊല്ലി കരയുന്നതും അതൊക്കെ കാണുമ്പോൾ പാവം തോന്നിയിരുന്നു. പിന്നെ അത് ഒരു റിപ്പീറ്റഡ്ലി ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് മനസ്സിലാവുകയും പിന്നെ നല്ല രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ കരയാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിലെല്ലാം ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു തോട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറിയൊരു തോട്ടാണ് ഇപ്പോൾ അനുമോളിനെ പറ്റിയിട്ട് എനിക്കുള്ളത്. അത്രയുള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എപ്പിസോഡ്സിനെ പറ്റിയുള്ള റിവ്യൂസുമായി കാണുന്നത് വരെ നന്ദി, നമോവാദം.